സ്പൈസ് ആർട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ മട്ടൻ സൂപ്പായിട്ടാണ്. നല്ല വേവ് കുറഞ്ഞ ചെറിയ മട്ടന്റെ കാല് അതേപോലെ കട്ട് ചെയ്ത് നല്ല സ്പൈസസ് എല്ലാം ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ്. അപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കിയാലോ. പെട്ടെന്ന് കുക്കിംഗ് കൊടുക്കും. അതിനായിട്ട് ആടിന്റെ കാല് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 കിലോളം ഉണ്ട്. ചുവന്നുള്ളി 10 എണ്ണം ഒന്ന് ചതച്ചെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് 1/4 ടീസ്പൂണിൽ 1/4 ടീസ്പൂൺ അവസാനം മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ മസാല തയ്യാറാക്കുമ്പോൾ ചേർക്കാൻ. 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഗരം മസാല നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് പോലെ തന്നെ എല്ലാ സ്പൈസസും കൂട്ടി മിക്സിയിൽ പൊടിച്ചെടുത്ത് വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില. സൂപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ലെഗ് പീസ് ആദ്യം വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ലെഗ് പീസ് 3 കപ്പ് വെള്ളത്തിൽ കുക്കറിലേക്ക് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഏകദേശം 6-7 വിസിലോളം മീഡിയം ഫ്ലെയിമിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. 4 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് മട്ടൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് ഫസ്റ്റ് വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിനുശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 6 വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, കൂടുതൽ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ചതച്ച് വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. കൂടുതൽ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാം കളർ മാറി ഗോൾഡൻ ബ്രൗണായി വരുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാത്രം കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് പ്രഷർ കുക്ക് ചെയ്ത് വെച്ച് സൂപ്പ് ചേർത്ത് കൊടുക്കാം. എല്ല് കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് പതിയെ അത് പൊട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള ബോൺമാരെല്ലാം നന്നായിട്ട് പുറത്തേക്ക് വരും. ഇനി ഇത് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഇത് ഒരുപാട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക സമയത്ത് നിങ്ങളുടെ ആവശ്യം പോലെ. 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വെള്ളം ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് മാറ്റി വെച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. 1 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കളും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ഇതേപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഇതേപോലെ മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.